നല്ല ചൂട് വെള്ളം, ചൂട് 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 നല്ല ചൂട്, പേരും ചൂട്. അപ്പോൾ നമ്മളെ മസ്കറ്റിലെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഞങ്ങൾ മസ്കറ്റിൽ ഉള്ള പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ താമസിച്ച ഖുറാം ബീച്ച് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, ഖുറാം ബീച്ചിലും കൂടി ഇവിടേക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിന് ശേഷം ഇവിടുത്തെ കുറേ ലോക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ലോക്കൽ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ദുബായിലേക്ക് തിരിച്ചു പോകും. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ദുബായിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സോഹാറിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള വഴിയിലാണുള്ളത്. ഞങ്ങൾ സോഹാറിൽ പോയതും സോഹാറിലുള്ള പല സ്ഥലങ്ങളും സന്ദർശിച്ചതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത് സോഹാറിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള യാത്ര വഴി ഞങ്ങൾ റുസ്താഖ് ഹോട്ട് സ്പ്രിംഗ് കാണാൻ പോയി. അതും ഞങ്ങൾ താമസിച്ചിട്ടുള്ള ഹോട്ടൽ അന്ന് രാത്രി ഞങ്ങൾ കഴിച്ച ഒമാനി ഡിന്നർ, അതുപോലെ രാവിലെ ഞങ്ങൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് നേരെ തൊട്ടടുത്തൊരു ബീച്ചിൽ പോയി. ആ ബീച്ചിൻ്റെ കാഴ്ചകൾ, അങ്ങനെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. റുസ്താഖ് അഥവാ അൽ ഖസ്ഫ ഹോട്ട് സ്പ്രിങ്, അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കുളമുണ്ട്. വീഡിയോയിൽ കാണുന്ന ഈ കുളത്തിൽ നല്ല വാം വാട്ടറാണ്, അതായത് നല്ലൊരു ചൂട് വെള്ളമാണ്. തിളയ്ക്കുന്ന വെള്ളമല്ല, നല്ല ചൂട് വെള്ളമാണ്. കാലിട്ടപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നന്നായിട്ട് സൾഫർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് സ്കിന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ വെള്ളം നല്ലതാണെന്ന് വിശ്വസിച്ച് വരുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്നവർ മുഴുവൻ അതിനകത്ത് കാലൊക്കെ കഴുകുന്നുണ്ട്. ആ കുളത്തിനെ പോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്തും ഇങ്ങനെയൊരു കുളമുണ്ട്. ഇതിൽ അത്രയ്ക്ക് ചൂടില്ല വെള്ളം, എന്നാലും എല്ലാവരും ഇവിടേക്ക് ഇറങ്ങിയിട്ട് കാലൊക്കെ കഴുകുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനോട് ചുറ്റുപറ്റിയൊരു പള്ളിയും ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈവനിങ്ങിലൊക്കെ നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ആ ചൂടുണ്ട് ഇപ്പോൾ പുറത്തേക്ക്, എന്നാലും തണുപ്പ് കാലത്ത് നല്ല സ്ഥലമായിരിക്കും. അൽ ഖസ്ഫ ഹോട്ട് സ്പ്രിങ്ങും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചു. രാത്രി ആയതുകൊണ്ട് തന്നെ രാത്രി കാഴ്ചകളാണ് കൂടുതലും എനിക്ക് എടുക്കാൻ സാധിച്ചത്. ഒരുപാട് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മലനിരകൾ പൊളിച്ച് ഈ മലകളുടെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത്. കുറേ ഞങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങൾ മസ്കറ്റ് നഗരത്തിലേക്ക് എത്തി. മസ്കറ്റ് നഗരത്തിൽ ഒമാൻ മാളാണ് ആദ്യം ഞങ്ങൾ കണ്ടത്. ഒമാൻ മാളാണ് മസ്കറ്റ് നഗരത്തിലേക്ക് വരവേറ്റത്. ഇവിടെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി, ഞങ്ങൾ യാത്ര ചെയ്ത് അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോട്ടൽ റൂമിലെത്തണം, ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വേണം ഡിന്നർ കഴിക്കാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒമാനി ഫുഡ് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഒമാനി ഫുഡ് കഴിച്ചിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ഖുറാം ബീച്ച് ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പഴയ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു എസ്തെറ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ല ഹോട്ടലായിരുന്നു. നല്ല സൗകര്യമൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഹോട്ടലായിരുന്നു. ഇന്നൊരു രാത്രി ഒന്ന് ഫ്രഷ് ആവാനും താമസിക്കാനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഹോട്ടൽ എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ.
റെസ്റ്റോറൻറ്റ് തപ്പി നട്ടപ്പാതിരയ്ക്ക് ഇങ്ങനെ മസ്കറ്റിൻ്റെ തെരുവീതിയിലൂടെ ഞാനും അനസും സാധിക്കാം. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, റംസ റെസ്റ്റോറൻറ്റ്. നല്ല ഒമാനി ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങൾ റംസ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കും. ഈ റെസ്റ്റോറൻറ്റ് തന്നെ ഞങ്ങൾ കണ്ടെത്തി. അവിടുന്ന് ഞങ്ങൾ നല്ല മട്ടൻ ഷുവയും ഒക്കെ കഴിച്ചു. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ നേരം വെളുത്തു. ഇതാ ഞങ്ങൾ താമസിച്ച ഹോട്ടലിനോട് വിട പറയാണ്. നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി, നല്ല റിലാക്സ്ഡായി, ഉറക്കമൊക്കെ അടിപൊളിയായിട്ട് ഉറങ്ങി, കുളിച്ച് ഫ്രഷായി. ഇന്ന് പകൽ മുഴുവൻ ഞങ്ങൾ മസ്കറ്റിലെ പല പല സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്. ആദ്യം ഞങ്ങൾ ഈ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിൻ്റെ പേര് കുറം ബീച്ച് എന്നാണ്. ഇവിടെ കുറച്ചും കൂടെ ഞങ്ങൾ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോഴേക്കും വെയിലായി. കുറച്ചും കൂടെ നേരത്തെ വരാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഈ വെയിലത്തും അവിടെ കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ വിദേശികളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. നമുക്ക് ഇറങ്ങി കുളിക്കണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഓൾറെഡി റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായി ആയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. നല്ല ചൂടും വെയിലും ഒക്കെ ആണെങ്കിലും ഈ ബീച്ച് കാണുന്നതും കടലിൽ ഇറങ്ങുന്നതും ഒരു വൈബ് തന്നെയാണ്. ഒരുപാട് ബീച്ചുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ദുബായിലായാലും ഷാർജയിലും റാസൽ ഫുജൈറയിലും ഇപ്പോഴത്തെ ഒമാനിലും സോഹാറിൽ പോയി, ഇപ്പോഴത്തെ മസ്കറ്റിൽ പോകുന്നു. നാട്ടിൽ തന്നെ കോഴിക്കോടായിട്ടും തിരുവനന്തപുരത്തും മുംബൈയിൽ വരെ ബീച്ചിൽ പോയിട്ടുണ്ട്. എല്ലാ ബീച്ചിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ഇവിടുത്തെ ബീച്ചുകളുടെയൊക്കെ പ്രത്യേകത, പ്രത്യേകിച്ച് ദുബായിലും ഒമാനിലൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വൃത്തിയാണ്. ഈ വൃത്തി കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനും ഇവിടെ നിന്ന് കുളിക്കാനും നമ്മുടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും. ബീച്ചിലൊക്കെ രാവിലെ തന്നെ ഇഷ്ടം പോലെ വിസിറ്റേഴ്സാണ്. വിസിറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ കുറേ ഒമാനി വണ്ടികളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ദുബായ് വണ്ടി. ആഹാ, ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഗൂഗിളിൽ തപ്പിയ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിയിൽ 1-2 തവണ വഴി തെറ്റിയെങ്കിലും തിരിച്ച് ഞങ്ങൾ ആ വഴി പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോട് കൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ മസ്കറ്റിലുള്ള പല സ്ഥലങ്ങളിലും പോയതിൻ്റെ ഉൾപ്പെടുത്താം. അടുത്തൊരു വീഡിയോയോട് കൂടിയിട്ട് ഞങ്ങളുടെ ദുബായ് മസ്കറ്റ് യാത്രയുടെ വീഡിയോസ് അവസാനിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും അടുത്ത് വരുന്ന വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.